എടി ഞാൻ പറഞ്ഞോട്ട്. വേണ്ട. എടി ഞാൻ പറയട്ടെന്ന്. എടി എന്തെങ്കിലും പറയുമ്പോ ചാടി കളിക്കാൻ നിൽക്കില്ലേ? കാര്യം നീ മനസ്സിലാക്കാതെ. എനിക്കൊന്നും കേൾക്കണ്ട. എടി ആട്ടോ സ്റ്റാർട്ട് ചെയ്ത തുടരരുത്. അതാ മനസ്സിലാകുന്ന രീതി പറഞ്ഞാലും മനസ്സിലാവും. എടി നീ ആദ്യം മനസ്സിലാക്കുക. നീ വിചാരിക്കും പോലെ ഒന്നുമില്ല. നിങ്ങളെ ശരണമെന്നും പറഞ്ഞ് ജീവിക്കുന്ന ഒരു പെണ്ണാ ഞാൻ. പക്ഷെ നിങ്ങളോ? ഞാൻ എന്തോ ചെയ്തു? നിങ്ങൾ എന്നെ കാണുമ്പോഴേ ശരണം പിടിച്ചോണ്ട് ഓടുന്ന ഒരു മനുഷ്യനാണ്. സാധാരണ ഒരു പെണ്ണുങ്ങളെ പോലല്ല ഞാൻ. നേരം വെളുത്തു കഴിഞ്ഞ ഭർത്താവിന്റെ ഒരു ഒറ്റ ചിന്തയിൽ രാവിലെ അയാളുടെ കാല് തൊട്ട് തൊഴുതിട്ട് ഞാൻ അടുക്കള പോലും കയറത്തുള്ളൂ. അറിയാം. അത് വേറൊന്നും കൊണ്ടല്ല. രാത്രി കിടന്നുറങ്ങിയ എനിക്ക് രാവിലെ അനക്കൊണ്ടോന്ന് അറിയാൻ നോക്കുന്നത്. അല്ലാതെ ഒരു സ്നേഹം കൊണ്ടൊന്നുമല്ല. നമ്മള് കേൾക്കണം. ഞാനിതെല്ലാം ഞാൻ കേൾക്കണം. നിങ്ങളെ സ്നേഹിച്ച് ഇറങ്ങി വന്ന കുറ്റത്തിന് ഞാൻ ഇതല്ല ഇതിന്റെ അപ്പുറം ഞാൻ കേൾക്കണം. നിങ്ങൾക്കറിയോ, നല്ലൊരു തറവാട്ടി ജനിച്ചു വളർന്ന ഒരു പെങ്കൊച്ചാ ഞാൻ. എന്റെ ചേട്ടൻ, എന്റെ ആങ്ങളെയാണെങ്കിൽ നല്ല ഒന്നാന്തരം ഒരു സിനിമാ സംവിധായകനാ. ഇന്നലെ അവന്റെ പടം റിലീസായപ്പോ അവ എന്നെ വിളിച്ചു പറഞ്ഞു, മോളെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ നീ പോയി കാണണമെന്ന്. ഈ മനുഷ്യൻ കൊണ്ട് കാണിച്ചില്ല എന്നെ. അറിയാമോ? എന്റെ തെറ്റാണ്. ഞാൻ കൊണ്ടുപോയി കാണിച്ചില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ കൊണ്ട് കാണിക്കാത്ത എന്റെ തെറ്റാണ്. കാരണം ആ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് തിയേറ്ററിൽ നിന്ന് മാറ്റും. ഷോ ആയിരിക്കുന്ന അവരൊക്കെ അഭിനയിച്ച പടം നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ പോയി കാണാം. 10-100 ദിവസം ഓടുന്ന പടമാണ്. പോരാത്തിന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ട് എന്റെ അളിയൻ ഇവളുടെ ആങ്ങളുണ്ടല്ലോ തിയേറ്ററിന്റെ വെളിയിൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് നിൽക്കുന്നത്. ഞാൻ വിചാരിച്ച് പൾസ് നോക്കാനാണെന്ന്. അല്ല, ആദ്യം കയറി ആൾക്കാർ ഇറങ്ങിപ്പോയിരിക്കും വേണ്ടി ഡോർ വെളിയിൽ തള്ളിപ്പിടിച്ചിരിക്കുന്ന ആങ്ങള. നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. അതങ്ങനെയല്ലല്ലോ. എബ്രഹാം ഖുറേഷി. ബസ്സില് നിങ്ങളെ അടുത്ത് പിടിച്ചിരുത്തിയവള് ആരാന്ന്? എടി എനിക്കെന്ന് പറഞ്ഞൂടെ. ഇപ്പൊ ബസ്സിൽ വന്ന് ഒരാൾ എഴുന്നേറ്റ് പോയപ്പോ സീറ്റ് ഫ്രീ ആയിട്ട് കിടന്ന് ഇരിക്കുന്നു. ഞാൻ പറഞ്ഞിരിക്കാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അയ്യോ, അമ്മാതിരി ഇരുത്തല്ലായിരുന്നല്ലോ. രണ്ടുപേരുടെ എന്തോ ഒരു വർത്താനായിരുന്നു. ആ ബസ്സിൽ അത്രേ ആണുങ്ങൾ ഇരുന്നു. ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചോ? നിങ്ങൾ കയ്യും കാലും ഇട്ട് എന്തോരം സംസാരമായിരുന്നു. അനാവശ്യം പറയരുത് കേട്ടോ. വേറെ ആൾക്കാരും അങ്ങനെ സംസാരിച്ചില്ല. നിങ്ങൾ മാത്രമാ സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാത്ത ഒരാളെ പേരും പറഞ്ഞ് നീ ആവശ്യമില്ല എന്റെ അടുത്ത് വഴക്കുണ്ടാക്കല്ലേ. അല്ലല്ല, അങ്ങനെയൊന്നും അല്ല. ഇങ്ങനൊന്നും ചോദിച്ചാൽ അയാൾ പറയത്തില്ല. അല്ല, ഞാൻ പക്ഷെ അങ്ങനെ സംശയം കൊണ്ടോ അങ്ങനൊന്നും അല്ല ഞാൻ ചോദിക്കുന്നേ. പക്ഷെ എന്നാലും എനിക്കത് കണ്ടപ്പോ ഒരു വിഷമം തോന്നി. പിന്നെ ഞാൻ അല്ല ചേട്ടാ, വിഷമം എന്ന് പറഞ്ഞ ഭാര്യയല്ലേ. അപ്പൊ അവർക്ക് ചില ഫീലിങ്സ് ഇങ്ങനെ വേറൊരു പെണ്ണ് അടുത്തിരിക്കും നമുക്ക് തോന്നും. അതിന്റെ ആവശ്യമില്ല. നീ എന്നെ കാണുന്നില്ല. ഞാൻ ഒന്നുമില്ല. ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട് വിളിച്ചോണ്ട് വന്നില്ലേ. ഞാൻ അങ്ങനെ വേറെ പെണ്ണിന്റെ മുഖത്ത് നോക്കത്തില്ല. ഞാനും അത് തമാശയായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞതായിരുന്നു. എന്നാലും ഞാനാണെ ബസ്സിൽ നിൽക്കും, എന്തോരം തിരക്ക്. എനിക്ക് സീറ്റ് കിട്ടിയില്ല. ഞാൻ നോക്കിയപ്പോ കാണും ചേട്ടനും ഒരു പെണ്ണ്. അങ്ങനെ ഞാൻ കണ്ടായിരുന്നു. വേറെ പേടിക്കൊന്നുമില്ല. നമ്മളിങ്ങനെ വന്നിട്ട് എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചത്. മഞ്ജിമ. അതാണല്ലേ. അങ്ങനെ അവളിപ്പോ ഞാൻ നോക്കി അവൾ എന്റെ സംസാരിച്ചു കൊടുത്ത് എന്റെ ചോദിച്ചു എവിടെ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് ഒരു ഓട്ടോ സെക്കൻഡ് ഹാൻഡ് വന്നിട്ടുണ്ട്, അതൊന്ന് മേടിക്കാനായിട്ട് പോവുക, ഞാനും വൈഫും ഉണ്ട്. അപ്പൊ അവള് പറഞ്ഞു അവള് ഇങ്ങനെ ബന്ധമൊക്കെ പിരിഞ്ഞ് നിൽക്കുക. പോരാത്തതിന് അവളെ കുഞ്ഞുണ്ട്, 4-5 എന്തോ പഠിക്കുന്നത്. അവിടെ ജംഗ്ഷനിലോ ഫിനാൻസിലോ എന്തോ നിൽക്കുക. എനിക്കറിയായിരുന്നു. കാരണം അവളുടെ ഇതിൽ എനിക്ക് തോന്നി ചേട്ടനോട് എന്തോ ഒരു ഇതുള്ളൂ. ഇല്ല സത്യമായിട്ടില്ല. അവക്ക് എന്റെ അടുത്തില്ല. പക്ഷെ എനിക്ക് അങ്ങോട്ടുണ്ടായിരുന്നു. ഇല്ലെന്നല്ല, എനിക്ക് അങ്ങോട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് ദുഃഖം പറഞ്ഞപ്പോ ഇപ്പൊ പറഞ്ഞു ഫിനാൻസിലാണ്. പിന്നെ ബസ് മഴയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ബസ്സിൽ പോകുന്നില്ല. 2 വീലർ അതിന്റെ 1-2 EMI മിക്കവാറും ഞാൻ അടയ്ക്കൂല. എന്നാലും പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അവളെ അറിയാം. ഈ മഞ്ജിമ എന്ന് പറയുന്ന പെണ്ണിനെ നിങ്ങൾക്ക് അറിയാമായിരുന്നു. നിങ്ങൾ ഇത്രയും വർഷമായിട്ട് എന്നെ ചതിച്ചോണ്ടിരിക്കുവായിരുന്നു. പല്ലയോ എടി, മഞ്ജിമ കണ്ടു, പരിചയപ്പെട്ടു, പോയി. തീർന്നില്ലേ? അങ്ങനെ തീർന്നില്ല. പിന്നെ ഇപ്പോഴും നിങ്ങൾ അവളെ പറ്റി ഇത്രയും വാദോരാതെ ഒരു മിനിറ്റ് അവളുടെ അടുത്തോട്ട് ഇരുന്നുള്ളൂ. സെൻസസുകാരെടുക്കുവോ ഇത്രയും ക്ലിയർ ആയിട്ട്? എന്നാലും അങ്ങനെയല്ല. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ കാശ് മുടക്കിട്ടാ നമ്മൾ ഈ വണ്ടി എടുക്കാൻ വന്നേക്കുന്നത്. ആ ബോധം വേണം നിങ്ങൾക്ക്. എടി, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഓട്ടോ ഇറക്കി നമ്മൾ ഓടിക്കഴിഞ്ഞ് കിട്ടുന്ന പൈസ നിനക്കൊണ്ട് തരും. ബാക്കി മിച്ചം ഉണ്ടെങ്കിലേ ഞാൻ എടുക്കുള്ളൂ. ആ ബാക്കി മിച്ചമുള്ളത് മഞ്ജിമയ്ക്ക് കൊണ്ട് കൊടുക്കാനായിരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വണ്ടി നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വേണം എടുക്കാം. ചുമ്മാ കണ്ടിങ്ങനെ എടുത്തോണ്ട് വരരുത്. വണ്ടി നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മൾ എടുത്തോണ്ട് പോകണം. കണ്ട് നമ്മൾ നോക്കണം. അത് കൊള്ളാമോ, എങ്ങനുണ്ട്, കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാവൂ. ചുമ്മാ ഇങ്ങനെ എടുത്തോണ്ട് പോരരുത്. അതെ, അങ്ങനെ എടുത്തോണ്ട് വന്നോണ്ടാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. അല്ല, നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് വീട്ടുകാരനൊന്ന് വിളിച്ച് നമുക്ക് ചേട്ടോ ചേട്ടോ ഒന്ന് വരുമോ? ഓട്ടോ നോക്കാൻ വന്നതായിരിക്കും. അല്ലല്ല, ഓട്ടോ വാങ്ങാൻ വേണ്ടി തന്നെ വന്നതാ. നോക്കിയാലല്ലേ ഓട്ടോ വാങ്ങാൻ പറ്റും.
നോക്കി കണ്ട് ഇഷ്ടപ്പെടാൻ ഓട്ടോ വാങ്ങുന്നത്. അല്ല വാങ്ങിച്ചിട്ട് ആരെങ്കിലും ഓട്ടോ നോക്കോ? നോക്കിയിട്ടാണ് ഓട്ടോ വാങ്ങുന്നത്. വാങ്ങിയിട്ട് ഓട്ടോ നോക്കൂലേ? വാങ്ങിയിട്ട് വേണ്ടത് നോക്കിയിട്ടാണ് ഓട്ടോ വാങ്ങുന്നത്. നോക്കിയിട്ട് ഓട്ടോ അങ്ങനെ നീ പറഞ്ഞത് കേട്ടോ. സംഭവം എന്തിനാണ്? വേറെ കാര്യം പറയാം. ഒന്ന് സംസാരിച്ചോ. നീ പറഞ്ഞതുപോലെ പുള്ളി കേട്ടോ. പിന്നെ നീ പറഞ്ഞതുപോലെ പുള്ളി വന്ന് പറയുന്നു. എന്താന്നറിയത്തില്ല. എനിക്ക് അറിഞ്ഞൂടാ. അതില്ല ഈ ഓട്ടോരെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ല. കൂട്ടുകാരൻ പറഞ്ഞിട്ടാ ഓടി വന്നതേ. മറ്റേ ഓട്ടോറിക്ഷകളെ പോലെയല്ല ഈ ഓട്ടോ. പിന്നെ ഈ ഓട്ടോയ്ക്ക് 3 വീലാണുള്ളത്. അതെല്ലാ ഓട്ടോയ്ക്ക് 3 വീലല്ലേ ഉള്ളൂ. അല്ല, സ്റ്റെപ്പിന് ഉൾപ്പെടെ 4 വീലുണ്ട്. പക്ഷേ ഈ ഓട്ടോയ്ക്ക് സ്റ്റെപ്പിന് ഇല്ല, അങ്ങനെ 3 വീൽ. ആ സ്റ്റെപ്പിന് എന്ത് ചെയ്ത്? അത് ഞാൻ കുഴിമന്തി മേടിക്കാൻ വേണ്ടി സെക്കൻഡ് ഹാൻഡ് വിലക്ക് വിറ്റു. അല്ല ഈ ഓട്ടോ എങ്ങനെ ചേട്ടാ എത്ര കിലോമീറ്റർ ഒക്കെ ഓടി? അതിന്റെ 70 ലക്ഷം 70,000 കിലോമീറ്റർ ഓടിയല്ലേ? ഓടിയിട്ടുണ്ട്. നമ്മളൊരു വീട്ടിൽ കയറി വന്നതാണ്. ഓട്ടോ വാങ്ങിക്കുന്ന രണ്ടാമത്തെ ഒരു ആദിത്യ മര്യാദ അകത്ത് വിളിച്ചു ചേർത്ത് ഒരു കാപ്പി തരാം. അതൊരു മര്യാദ കാണിക്കാത്ത ഒരു മനുഷ്യനായി പോയല്ലോ. സത്യം. ഹലോ ചായ തരാത്തെന്നായിരിക്കും ചോദിക്കുന്നത്. ഇല്ല അങ്ങനെ ഇല്ല. എനിക്ക് മനസ്സിലായി. ചായ തരാനാണെങ്കിൽ എന്റെ ഭാര്യ ഇവിടെ ഇല്ല. എനിക്കാണെങ്കിൽ ചായയുടെ അറിയത്തുമില്ല. അഥവാ ചായ ഇട്ടത് ചായ കുടിച്ചിട്ട് ഓട്ടോ വേണ്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ചായയുടെ കാശ് നഷ്ടമാവില്ല. ചേട്ടാ പേരെങ്ങനെയാന്ന് പറഞ്ഞില്ല. എന്റെ പേരോ കിളി പറഞ്ഞൻ. നമ്മൾ സോപ്പിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ 2 ലക്ഷം രൂപ ഓട്ടോ നമുക്ക് ഒരു രൂപയ്ക്ക് അടിച്ചിടാം. പറ്റുമോ? സോപ്പിട്ട് നിന്നാ കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഭാര്യ ഇല്ലെന്നല്ലേ പറഞ്ഞു? അതൊന്നും ചോദിക്കണ്ട. ചോദിക്കാതെ പിന്നെ ചോദിക്കണ്ട. അല്ല അതൊക്കെ പുള്ളിക്ക് ചിലപ്പോ എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റൂ. ഭാര്യ ഇല്ലെന്ന് പറഞ്ഞു. എവിടെ പോയിന്ന്? ഓട്ടോ മേടിക്കാൻ വന്ന ഓട്ടോ മേടിച്ചു വേണം. ഭാര്യ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ചോദിച്ചല്ലേ പറഞ്ഞുതരാം. വേണ്ട അല്ല ചോദിച്ചല്ലേ ഞാൻ പറയാം. പ്ലീസ് പറയാൻ കഷ്ടമുണ്ട്. ഒരുപാട് പറയാൻ ആരും കേൾക്കൂല. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നല്ലോ സംശയം. ഒരൊറ്റ കാരണങ്ങളോട് പോയത്. സംശയം എന്ന് പറഞ്ഞാൽ നിന്ന സംശയം, ഇരുന്ന സംശയം, കിടന്ന സംശയം, തുണി കഴുകിയ സംശയം, തിന്ന സംശയം, തുമ്മിയ സംശയം, അതുപോലെ തന്നെ കല്യാണത്തിന് പോയ സംശയം, പായസം കുടിച്ച സംശയം, മീൻ കറിക്ക് ഉപ്പിലേക്ക് സംശയം, പായസത്തിന് കൂടിയ സംശയം, ലഡുവിൽ മുന്തിരിയിലേക്ക് സംശയം, സംശയം 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 സംശയം. ഇത്രയും സംശയമുള്ളൊരു ഭാര്യ എനിക്ക് അയ്യോ. എന്നിട്ട് അവള് എന്നോട് പിണങ്ങി ഏതാ ഒരുത്തനോട് പോയി. ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ എന്റെ ബലമായ സംശയം അവൾ അവന്റെ കൂടെ തന്നെ ഉണ്ടോ എന്നാ. അവള് പോയിട്ടും അത് വല്ലാത്ത ചെയ്തായിപ്പോ. മക്കളൊക്കെ ഓട്ടോ മേടിക്കാവുന്ന ഓട്ടോ മേടിച്ചിട്ടുണ്ടോ? മക്കളെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? സോറി പിന്നെ ചോദിച്ചല്ലേ പറഞ്ഞുതരാം. അല്ല പറയാം പ്ലീസ്. അനൂപും വിനൂപും മൂത്ത 8 ഇളയ 9 ഭയങ്കര കുർത്തകെട്ട പോയ പോലെ വാശിക്കൊട്ട് പിന്നില്ല. ഞാനൊക്കെ സപ്പോർട്ട് ചെയ്യും. അവസാനം അവര് പരസ്പരം തന്തയ്ക്ക് വിളിച്ച് കൊത്തിരുപ്പാവും. അല്ല ഈ ഓട്ടോ എങ്ങനെയാന്ന് ചേട്ടൻ പറഞ്ഞില്ല. എങ്ങനെയാണ് ഇത്? ആദ്യത്തെ ഓട്ടോയാണോ? അല്ലല്ല, ആദ്യം ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വണ്ടി എടുത്തത്. പിന്നെ ആദ്യത്തെ ഓട്ടോ കൊടുത്തിട്ട് രണ്ടാമതൊരു ഓട്ടോ എടുത്തെന്ന് പറഞ്ഞാൽ പോരെ? ആദ്യം ഓട്ടോ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് പിന്നെ ഈ വണ്ടി എടുത്തത്. അതാ ചോദിച്ചത്. ആദ്യം ഓട്ടോ കൊടുത്തു, രണ്ടാമതൊരു ഓട്ടോ എടുത്തു, അങ്ങ് പറഞ്ഞാൽ പോരെ? ആദ്യം ഓട്ടോ ഉണ്ടായിരുന്നു, പിന്നെയാണ് ഈ വണ്ടി എടുത്തത്. അതല്ലേ ഞാനും പറഞ്ഞത്. ആദ്യത്തെ ഓട്ടോ ഞാൻ വിറ്റു, രണ്ടാമത് പുതിയത് എടുത്ത ഓട്ടോയാണ് ഇത്. എടാ ചുവന്ന ചുണ്ടുള്ളവനെ, ആദ്യത്തെ വണ്ടി മൊത്തം ഓട്ടോയായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളാകത്തിറങ്ങും. ഈ വണ്ടി അങ്ങനെയല്ല, ഫ്രഷ് ഓട്ടോ ഇല്ല. ഓട്ടോ ഇല്ല. അതായിരുന്നല്ലേ. ഇപ്പോൾ വേറെ ഉണ്ടല്ലോ, ഇത് ഓട്ടോ അല്ല, പിന്നെ കാറായി കിടക്കുന്നത്. ഓട്ടോ അല്ലത്. പിന്നെ എടാ ആദ്യത്തെ വണ്ടിയെ പോലെ ഓട്ട ഈ വണ്ടിക്ക് ഇല്ലെന്നാ പറഞ്ഞത്. ഐശ്വര്യം നല്ല വർക്കത്തും ഐശ്വര്യമുള്ള വണ്ടിയെ ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ എന്താ ഇത് കൊടുക്കുന്ന? ഓട്ടോ ഒന്നുമില്ല, എപ്പോഴും വെറുതെ അയറൊക്കെ ഇങ്ങനെയൊക്കെ. മനസ്സിലായില്ല. ഇത് ചേട്ടാ ഭാര്യയുടെ ഓർമ്മയ്ക്ക് എന്താണ് ഈ വണ്ടി വാങ്ങിക്കാനുള്ള? വണ്ടി കല്യാണം കഴിഞ്ഞ് ഫുൾ ടൈം ഈ വണ്ടിയിലായിരുന്നു എന്റെ ഭാര്യ. ഞാനിവിടെ ആ ഓർമ്മകൾ വല്ലാതെ തന്നെ വേട്ടയാടുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വണ്ടി വിൽക്കുന്നതാണ് ശരിക്കും. നടക്കുന്നു. നമുക്ക് മേടിച്ചാൽ സെക്കൻഡ് ഹാൻഡ് ആണ്. ഭാര്യയുടെ ഓർമ്മയ്ക്ക്, ഭാര്യയുടെ ഓർമ്മയായിട്ടാണ് ആ വണ്ടി വാങ്ങിച്ചത്. അല്ലാതെ മഞ്ജുമേടെ അല്ല. വണ്ടി കയറി വന്നപ്പോ കണ്ട മഞ്ജുമേടെ അല്ല. നോർത്തോളം പ്രാന്തം പറയാ. നിനക്കെന്നടി മഞ്ജിമേ കള. ചുമ്മാ ആദ്യത്തില്ല മഞ്ജിമെന്ന് പറഞ്ഞോണ്ടിരിക്കാതെ. ചേട്ടാ ഇത് സ്റ്റാർട്ട് ചെയ്യോ? വണ്ടി സ്റ്റാർട്ട് ചെയ്തെന്ന് തുണി കഴുകാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. വാഷിംഗ് മെഷീൻ അല്ലല്ല, തുണി കഴിഞ്ഞ് നല്ല ചൂടാക്കി ചൂടാക്കിയപ്പം സൈലൻസിന്റെ മണ്ടലെ കൈ നിക്കർ കൊണ്ട് പിരിച്ചിടണം. പപ്പടം പോലെ ഉണങ്ങി കിട്ടും. അല്ല സ്റ്റാർട്ട് ചെയ്യൂലേ? അല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു സമയത്ത് ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്ത് തുണി എടുത്ത് ഈ സൈലൻസിന്റെ മണ്ടേ ഉണക്കായിട്ട്
എടുക്കാൻ ലേറ്റായി. എന്നിട്ട് ഞാൻ വന്നപ്പോ പപ്പടം നിന്ന് കത്തുന്നു. സൈലൻസിന് വേണ്ടി അത്ര ഹീറ്റായി വണ്ടി. ഓ അങ്ങനെ. അല്ല ചേട്ടനപ്പോ അറിയാം ഞങ്ങൾ ഈ വണ്ടി വാങ്ങുമെന്ന് ചേട്ടൻ അറിയായിരുന്നു. ഉറപ്പാണ്. അതല്ലാണ് തുണിയൊക്കെ മൂടിയിട്ട് നമുക്കൊരു റീൽസ് ഒക്കെ ചെയ്യുമ്പോ ഇങ്ങനെ നീക്കൂലേ, അതിനുവേണ്ടി ഇട്ടേക്കുന്ന സാധനമല്ലേ അത്? അല്ലല്ല, പിന്നെ ഇത് അച്ചാച്ചൻ കല്യാണത്തിന് പോയപ്പോ കയ്യിൽ വിരിച്ചിട്ടേക്കുന്നത്. കുറച്ചില്ല, നമ്മൾ മേടിക്കുമെന്ന് ഓട്ടോ ഇല്ല. ആണോ? എന്തായാലും അവിടെ കിടക്കട്ടെ, കുഴപ്പമില്ല. എടി നമുക്കിത് ഓട്ടോ ഓക്കെ അല്ലേ? ഓട്ടോ പക്ഷെ എനിക്ക് അവിടെ സംസാരം എല്ലാം കൂടെ കേട്ടിട്ട് ഇത് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്ത് ചെയ്യാനാ? അല്ല നമുക്ക് EMI ഇട്ട് വേറൊരെണ്ണം എടുക്കാം ചേട്ടാ. നീ പറയും പോലെ അല്ല, EMI ഇടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം. EMI ഇടണം, ഡൗൺ പേയ്മെന്റ് അടക്കണം, മാസം അതിന് വേണ്ടി ഞാൻ കിടന്ന് ഓടണം. ഇതാകുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ഓട്ടോ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കത് മതി. ഉറപ്പാണ്. മതിയോ? മതി. പക്ഷെ എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ് തോന്നുവാ ചേട്ടാ ഇത്. എന്ത് കാര്യത്തിന്? നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ടല്ലേടി. നമുക്ക് ഓട്ടോ മതി. പിന്നെ നമുക്ക് ഓട്ടോ വൈഫിന് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഓട്ടോ എടുത്താൽ കൊള്ളാന്നുണ്ട്. പിന്നെ പുതിയത് മതി എന്നാ പറഞ്ഞത്, എനിക്കിത് ഇഷ്ടപ്പെട്ടുണ്ട്. ഞാൻ ഒന്നും നോക്കുന്നില്ല. അപ്പൊ വൈഫിനെ ഞാൻ നമുക്ക് എന്തായാലും ഈ റീൽസ് ഒന്നും ഇപ്പൊ പുതിയ ഷോറൂമിൽ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ ഇവളുടെ കണ്ണ് ഇങ്ങനെ പൊത്തിക്കൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോ തുണി ഒന്ന് മാറ്റണം. കൊച്ചങ്ങോട്ട് മാറി നിൽക്കൂ. ഒരു കച്ചവടം നടക്കുമ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണമെന്ന് അറിയാം. ഷർട്ട് വരാൻ അപ്പുറം മാറ്റാൻ ആ ഓട്ടെ മൂടിയിട്ടേക്കണ തുണി ഒന്ന് മാറ്റി കാണിക്കണം. എല്ലാം കൂടെ വലിച്ചൂരി കളഞ്ഞേനെ. ആദ്യം ഞാൻ കുട്ടിയുടെ കണ്ണ് പൊത്തുന്നു. കുട്ടിയുടെ കണ്ണ് ഞാനല്ലേ ഭർത്താവ്, ഞാൻ പൊത്തിക്കും. അപ്പൊ ഞാൻ ആട്ടോയുടെ കണ്ണ് പൊത്തും. ആട്ടോയ്ക്ക് കണ്ണില്ലല്ലോ, അതല്ലേ ഉള്ളൂ. ഓ അതേ ഉള്ളൂ അല്ലേ? അപ്പൊ ഞാൻ തുണി മാറ്റണം. ആ തുണി മാറ്റണം. അപ്പൊ നിങ്ങൾ കണ്ണ് പൊത്തുന്നു. കണ്ണ് പൊത്തുന്നു. ഓക്കെ റെഡി. ഓ ഹാപ്പി അല്ലേ? നമ്മള് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഓട്ടോ വരാൻ പോവുകയാണ്. വളരെ ഹാപ്പി ആയിട്ട് പയ്യെ തിരിഞ്ഞോ. 1 2 3 ഇല്ല തുണിയില് നിന്റെ ഭർത്തല്ലോ അതിന് തുണി. ചേട്ടാ കാണട്ടെ. നമുക്ക് ആ ഓട്ടോ വേണ്ട. അതെന്നെ ഭർത്താനാ പറയുന്ന ഓട്ടോ വേണ്ടാന്ന്? നമുക്ക് പുതിയ ഓട്ടോ മതി. ഇത്രയും മനുഷ്യനെ കൊണ്ട് പറഞ്ഞു ഇതാക്കിച്ചിട്ട് ഓട്ടോ വേണ്ട. നമുക്ക് ഈ ഓട്ടോ വേണ്ട, ഞങ്ങൾ ഇറങ്ങാം. ഞങ്ങൾക്ക് വേറെ പുതിയ ഓട്ടോ. എന്റെ ആട്ടോനെ തുണിമൊക്കെ നോക്കിയിട്ട് എനിക്ക് ഓട്ടോ ഭർത്താന പറയുന്നത് ചേട്ടാ പുതിയൊരു ഓട്ടോ എടുക്കണം. EMI അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ ഓട്ടോ മതി. വേണ്ട, ഒന്നാമത്തെ രീതി ഓട്ടോ ഇറക്കുമ്പോൾ അടി വെക്കാൻ നാരങ്ങ ഞാൻ എടുത്തില്ല. എടുത്തില്ല. ഛർദ്ദിക്കാതിരിക്കാൻ ഞാൻ കൊണ്ട് നടക്കുന്ന നാരങ്ങ എടുത്ത് അതിന്റെ അടിയിലോട്ട് വെച്ചിട്ട് വണ്ടി ഇറക്കും. ഇത് പറ്റില്ല, ഇത് ചെറുതടി, വലുത് വെക്കേണ്ടടി. എന്ത് പ്രശ്നം എന്തോ നിങ്ങളുടെ ഇതെന്താ ഇത് വേണ്ടെന്ന് പറയാൻ കാര്യം? എനിക്ക് ഇതിന്റെ കളർ ഇഷ്ടപ്പെട്ടില്ല. കളർ ഇഷ്ടപ്പെട്ടു. ഓഫീസിൽ പോയി 1000 രൂപ അടച്ചു കഴിഞ്ഞാൽ കളർ മാറ്റാം. നിങ്ങൾക്ക് പൈസ തന്നാ പിന്നെ എന്റെ ആർട്ടി ഓഫീസിൽ പോകാൻ പൈസ ഇല്ലല്ലോ. 1000 രൂപ കുറച്ച് തന്നാൽ മതി. എന്നാലും എന്റെ തലയെ കെട്ടി വെക്കുന്നു തന്നെ. എനിക്ക് വേണ്ട. പ്രശ്നം എന്തോ? എന്താ ഈ വണ്ടി വേണ്ട? വേണ്ട, ഓട്ടോ വേണ്ട, നമുക്ക് പോവാം. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. ഇത് നീ ആവശ്യത്തിനെ പ്രശ്നം ഉണ്ടാക്കല്ലേ. വണ്ടിക്ക് എന്തോ പ്രശ്നം? നല്ല ഒന്നാന്തരം ഒരു വണ്ടി, ഇതിന് എന്തോ പ്രശ്നം? ആരാ ഇത്? ഭാര്യയുടെ പേരെന്തുവാ? മഞ്ജിമ. അവരെവിടെ പോയെന്നാ പറഞ്ഞേ? അവര് സംശയം കാരണം ഓരോരുത്തരുടെ പോയി. സംബന്ധം ഒളിച്ചോടി പോയി. അവരുടെ കാമുകൻ ആരാന്നറിയോ? ഈ നിൽക്കുന്ന മനുഷ്യനാ ചുവന്ന ചുണ്ടുള്ളവരെ. എനിക്ക് മനസ്സിലായി. എന്റെ സംശയം നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്കല്ലായിരുന്ന സംശയം? അവർക്ക് നിങ്ങളുടെ സംശയം ഇല്ലായിരുന്നല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കാമുകനാണെങ്കിൽ അല്ലേ നിങ്ങൾക്ക് എന്നെ സംശയിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ അവളുടെ കാമുകൻ അല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്നെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഭാര്യ സംശയിക്കുന്നത് തെറ്റല്ലേ? ഇപ്പൊ ക്ലിയർ ആയില്ലേ? അത്രേ ഉള്ളൂ. അല്ല ഞാൻ അത്രേ ഉള്ളൂ. ഇപ്പൊ അതീ പിടിക്കട്ടെ, അത് വിട്. അത്രേ ഉള്ളൂ. എടി ഞാൻ പറയല്ലേ, എടി ഇത് വേറെ മഞ്ജിമ, അത് വേറെ മഞ്ജിമ. സത്യമായിട്ടും നീയാണ് സത്യമായിട്ട് എനിക്ക് വേറെ മഞ്ജിമായിട്ട് ഒരു ബന്ധമില്ല. അത് മനസ്സിലാക്ക്. ഉറപ്പ് ഇത് വേറെ മഞ്ജിമ. എടി ഇത് പേര് മാറ്റിയാൽ തീരാന്നുള്ള വിഷയമുള്ളൂ. ലക്കിന് വന്നൊരു വണ്ടിയാ. നീ ആയിട്ട് ഇത് കളഞ്ഞു കുളിക്കല്ലേ? പേര് ഇന്ന് തന്നെ മാറ്റാം. സത്യമായിട്ടും നീ സത്യം. ഒരു മിനിറ്റ്. ഹലോ ബിജു. അളിയാ പറയളിയാ. നീ പുതിയ ഓട്ടോ വാങ്ങിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. വാങ്ങിക്കാൻ വാങ്ങിച്ചില്ല അളിയാ. ഇവിടെ കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളടുത്തൊരു വാക്ക് നീ പറഞ്ഞില്ല. സോറി അളിയാ, ഞാൻ വിട്ടുപോയി. ഞാൻ വൈകുന്നേരം വന്നിട്ടേ നിന്നെ കാണാം. ശരി, അതൊക്കെ പോട്ടെ. പക്ഷെ ആദ്യത്തെ ഓട്ടം എന്റെ വക. നിന്റെ വകേ? അതെനിക്ക് നിർബന്ധം. ആദ്യത്തെ ഓട്ടം എന്റെ ഓട്ടത്തിൽ പോയിരിക്കണം. ഓക്കെ ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം. ശരി. ഓക്കെ അളിയാ. ഓക്കെ. ഓട്ടോ എടുക്കുന്ന അറിഞ്ഞിട്ട് ബിജു ഒരു ഓട്ടോ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓട്ടം എവിടെയാന്ന് വെച്ചാൽ നീ തന്നെ നോക്ക്. വാട്സാപ്പിലാണോ? വാട്സാപ്പിൽ നീ നോക്ക്. എനിക്ക് അറിഞ്ഞൂടാ, നീ തന്നെ നോക്ക്. മഞ്ജിമയ്ക്കൊരു ഓട്ടം കൊടുക്കുന്നു. എഴുതാനും വായിക്കാനും എനിക്ക് മനസ്സിലായി. മഞ്ജിമയ്ക്ക് ഒരു ഓട്ടോ ഉണ്ടെന്നല്ല, മഞ്ഞുമല്ലേക്ക് ഒരു ഓട്ടോ എഴുതി വെച്ചേക്കുന്ന. ഇംഗ്ലീഷ് എഴുതിയപ്പോ മാറിപ്പോയതല്ലേ? സംശയം ഉണ്ടാ?
ആ ഇത് മറ്റേ ലാറ്റിൻ ലെറ്റർ ആണ്. അത് തന്നെ ഞാൻ ബിജുവിനെ വിളിക്കാം. ലൗഡ് സ്പീക്കർ കേട്ടോ. ബിജു, ആ പറ. ഓട്ടം എവിടേക്കെന്നാ അളിയാ പറഞ്ഞത്? മഞ്ഞുമല. മഞ്ജുമല. കേട്ടല്ലോ. ആർക്കാളിയാ ഓട്ടം? മഞ്ഞുമലിന്ന് ഒരു മഞ്ജിമയെ വിളിക്കാൻ. വീണ്ടും മഞ്ജിമയോ? ഞാനൊന്നും ചെയ്തില്ല.